ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹോർമിപ്പാം റുവിയ എന്ന താരവുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, താരത്തിൻ്റെ നിലനിൽപ്പിനെ ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഹോർമിപ്പാം റുവിയ കഴിഞ്ഞ സീസണിൽ തന്നെ താരം ടീം വിടുമെന്ന പല റിപ്പോർട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതുപോലൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുകയുണ്ടായി. ഇപ്പോൾ 24-കാരനായ നിലയിൽ 2 കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ സെൻറ്റർ ബാക്ക് ISL ഏകദേശം 60-ലകം അധികം മത്സരങ്ങൾ കളിക്കുകയും ഇന്ത്യൻ ടീമിൽ അടക്കം സ്ഥിര സാന്നിധ്യവുമായി മാറിയ സൂപ്പർ താരം തന്നെയാണ് ഹോർമിപ്പാം. 24-കാരൻ താരം മികച്ച പെർഫോമൻസാണ് ISL സീസണുകളിലെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ താരത്തിനെ വിട്ടുകളയാൻ ബ്ലാസ്റ്റേഴ്സിനും മടിയുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിനായി 3 പ്രമുഖ ISL ക്ലബ്ബുകൾ വല വിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്നാമത്തെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ മുംബൈ സിറ്റി FC, അതുപോലെ തന്നെ ബംഗളൂരു FC എന്നീ ടീമുകളാണ് ഈ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാൾ FCക്കാണ് എന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഐ ലീഗിലും ISLലുമായി 3ഓളം ടീമുകൾ, അതായത് പഞ്ചാബ് FC, ഇന്ത്യൻ ആരോസ്, കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നിങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ഇദ്ദേഹം വളരെയധികം പരിചയസമ്പത്തുള്ള 24-കാരനായ സെൻറ്റർ ബാക്കാണ്. മികച്ച രീതിയിൽ തന്നെയാണ് പറയാം ഇന്ത്യൻ ടീമിലും കേരള ബ്ലാസ്റ്റേഴ്സിലും അടക്കം സൂപ്പർ കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലെ തീരുമാനം എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്റ്റ് ഇനിയും പുതുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കണ്ടു തന്നെ അറിയണം ഹോർമിപ്പാം റുവിയ അടുത്ത സീസണിൽ എവിടെ കളിക്കുമെന്ന്. ഈസ്റ്റ് ബംഗാളിലും ബംഗളൂരു FCയിലും മുംബൈ സിറ്റി FCയിലേക്കും നമുക്ക് കാണാൻ സാധിച്ചേക്കും. കണ്ടു തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ അതോ ഇവിടേക്ക് പോകുമോ എന്ന്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകും.